Hello everyone, this is Pushpa Kumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. നിങ്ങൾക്ക് എൻ്റെ ഈ സെഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് will എന്ന വേർഡാണ്. അത് നമ്മൾ പലപ്പോഴും ടെൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ടെൻസ് പഠിക്കുമ്പോൾ ഏത് ടെൻസ് പഠിക്കുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഫ്യൂച്ചർ ടെൻസ് പഠിക്കുമ്പോഴാണ്. എന്നാൽ ഈ സെഷനിൽ ഞാൻ ടെൻസിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ടെൻസിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ സംസാരം പുറകോട്ട് വലിയും. അത് വേണ്ട. നമ്മൾ ടെൻസ് ഒന്നും യൂസ് ചെയ്യാതെ ടെൻസിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ വില്ലിനെ പറ്റി ഇന്നത്തെ സെഷനിൽ പഠിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെൻസിനെ പറ്റി ഈ ക്ലാസ്സിൽ സംസാരിക്കാത്തത്. വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യും എന്ന് പറയും. ചെയ്യും എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഭാവിയിൽ ചെയ്യും, അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ തിരിച്ചു വരും, ഞാൻ ഞാൻ വീട്ടിൽ കാത്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ വില്ല് ഉപയോഗിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് വില്ല് ഉപയോഗിക്കേണ്ടി വരുന്നത്? നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഇനി പിന്നെയും ഞാൻ ടെൻസിലോട്ട് വരുവാണ്. ഞാൻ ടെൻസിലോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് സംസാരത്തിലോട്ട് കിടക്കാം. അപ്പോൾ വില്ലെന്ന് പറഞ്ഞ മീനിങ് എന്താ? ചെയ്യും. നെക്സ്റ്റ്, വിൽ എന്നുള്ളത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു. വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. നമ്മൾ സാധാരണഗതിയിൽ വിൽ നോട്ട് എന്ന് പറയുന്നതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വോണ്ട് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വോണ്ട് യൂസ് ചെയ്ത് സംസാരിക്കും. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം? വിൽ നോട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വോണ്ട് യൂസ് ചെയ്ത് ശീലിക്കുക. അപ്പം വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ടിൻ്റെ അർത്ഥം എന്താ? ചെയ്യില്ല. നേരത്തെ നമ്മൾ വിൽ എന്ന് പറയുന്നത് ചെയ്യും എന്നുള്ളതിനാണ്. വോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ രണ്ട് കാര്യം പഠിച്ചു. വിൽ ചെയ്യും, വോണ്ട് ചെയ്യത്തില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്യു, അതായത് നിങ്ങൾ ചെയ്യുമോ. അതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് ചോദ്യം ചോദിക്കുന്നത്. അതിന് ആൻസർ യെസ് ഓർ നോ ആയിരിക്കാം. അപ്പം വില്യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ. ഇനി വോണ്ട് യു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിൽ നോട്ട് യു, നിങ്ങൾ ചെയ്യില്ലേ. നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് തന്നെയാണ് അർത്ഥം. ഒരു പരിധിവരെ നിങ്ങൾ ചെയ്യില്ലേ എന്നുള്ള രീതിയിലും നമ്മൾ ചോദിക്കാവുന്നതാണ്. രണ്ടിനും ഒരുവിധ അർത്ഥം ഒന്നാണ്, പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ ഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്. ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഒരു റിക്വസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻറ്റൻസ് വേറെയാണ്, അല്ലേ? നിങ്ങൾ ചെയ്യുമോ, നിങ്ങൾ ചെയ്യില്ലേ. അതിലും രണ്ടിൽ നമുക്ക് റിക്വസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യില്ലേ. അപ്പം അത് വിൽ ഇവിടെ വോണ്ട് യു അല്ലെങ്കിൽ വിൽ നോട്ട് യു എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് വെൻ വിൽ യു. വെൻ, ഹൂ, വൈ, അങ്ങനെ നമ്മൾ WH തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്, ആ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വിൽ യൂസ് ചെയ്യും. വെൻ വിൽ യു, എപ്പോൾ ചെയ്യും. അപ്പോൾ വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും, വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. വിൽ യു ചെയ്യുമോ, വോണ്ട് യു ചെയ്യില്ലേ, വെൻ വിൽ യു എപ്പോൾ ചെയ്യും. അപ്പോൾ വില്ലിന് ഒത്തിരി യൂസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വിൽ എന്ന് പറഞ്ഞ സംഗതി. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടെന്നാൽ നമുക്ക് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് ഈ സെഷനിലൂടെ മാറ്റാം. വിൽ അല്ലെങ്കിൽ ചെയ്യും
അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഞാൻ കൊടുക്കാം. നമുക്ക് എക്സാമ്പിൾസിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരവുമായിട്ട് അതെങ്ങനെ റിലേറ്റ് ആകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോഴാണ്. ഞാൻ ചുമ്മാ വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഓ ചെയ്യും എന്നുള്ള വേർഡ് വരുമ്പോൾ മാത്രമാണോ ഈ വിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാകാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സാമ്പിൾസ് നോക്കാം. ആ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് എവിടെയൊക്കെയാണ് വിൽ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ദേ വിൽ കം ബാക്ക് ടുഡേ നമ്മൾ സാധാരണ പറയാറുണ്ട്. അവർ ഇന്ന് തിരിച്ചു വരും എന്ന് പറയാറുണ്ട്. ദേ വിൽ കം ബാക്ക് ടുഡേ, ഇന്ന് തിരിച്ചു വരും. ഇവിടെ ചെയ്യും എന്നുള്ള വാക്കില്ലല്ലോ, പക്ഷെ എന്താ, വരും. വരും ഒരു പ്രവൃത്തി ചെയ്യും എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പം ദേ വിൽ കം ബാക്ക് ടുഡേ, അവർ ഇന്ന് തിരിച്ചു വരും. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം, ഞാൻ താങ്കളെ വീട്ടിൽ കാത്തിരിക്കും. ആരോടെങ്കിലും ഞങ്ങൾ കാത്തിരിക്കാം എന്ന് പറയും. എന്നിട്ട് പറയും ഞങ്ങൾ വീട്ടിൽ കാത്തിരിക്കാം കേട്ടോ എന്ന് പറയാറുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അതിനെങ്ങനെ പറയാം നമുക്ക്? ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ സന്ദർഭം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ സെൻറ്റൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. ഇവിടെ ഗ്രാമാറ്റിക് പോയിന്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കിയാൽ മതി. ആ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്, ആ പർട്ടിക്കുലർ പ്ലേസിൽ എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും, ഈസി ആയിട്ട് സംസാരിക്കും. ഗ്രാമാറ്റിക്കൽ പോയിന്റിൽ നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. ഞാൻ വിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്ത വെർബിൻ്റെ ഇത് V1 ആണോ യൂസ് ചെയ്യേണ്ടത്, V2 ആണോ, V3 ആണോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അതൊന്നും വേണ്ട. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് അത് വന്നോളും. അല്ലാതെ നമ്മൾ ടെൻസിനെ പറ്റി കൂടുതൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ സംസാരിക്കുമ്പം, പിന്നെ ടെൻസ് അറിഞ്ഞിരിക്കണം, എന്നാലും ടെൻസിനെ പറ്റി കൂടുതൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഇച്ചിരി ക്യാച്ച് വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ ഇച്ചിരി കൂടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. അതായത് നമ്മൾ അത് കൂടുതൽ പ്രാവശ്യം നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെൻറ്റൻസ് നമ്മുടെ വായിൽ വരും. അങ്ങനെയുള്ള ഒരു രീതി ക്രിയേറ്റ് ചെയ്താൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ താങ്കളെ വീട്ടിൽ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. അപ്പോൾ അത് കുറേ പ്രാവശ്യം ഇങ്ങനെ പറയണം. അല്ലാതെ നമ്മൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാക്കിൽ ഇങ്ങനെ പെട്ടെന്ന് വഴങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതേ സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു പിന്നെ ഓക്കെ അപ്പോൾ നാളെ കാണാം, ഇവിടെ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ നമ്മൾ സഡനായിട്ട് നമ്മൾ എന്നാൽ ഞാൻ വീട്ടിൽ കാത്തിരിക്കാം എന്ന് പറയേണ്ട. അതിന് പകരം ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം എന്ന് പറയുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത്. ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു, അവർ നിങ്ങൾക്കെതിരായി കേസ് ചാർജ് ചെയ്യും. ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു, അവർ നിങ്ങൾക്കെതിരായി കേസ് ചാർജ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു, എഗെയിൻസ്റ്റ് നിങ്ങൾക്കെതിരായിട്ട്. ഓക്കെ, ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു, അവർ നിങ്ങൾക്കെതിരായി കേസ് ചാർജ് ചെയ്യും. അപ്പോൾ ഇതും 2-3 പ്രാവശ്യം പറയുക. ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു, അവർ നിങ്ങൾക്കെതിരായി കേസ് ചാർജ് ചെയ്യും. നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാണ്. മൈ പാരൻസ് വിൽ സ്കോൾഡ് മീ. മൈ പാരൻസ് വിൽ സ്കോൾഡ് മീ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയും. എന്തെങ്കിലും കാര്യം ഫ്രണ്ട്സുമായിട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ പറയണ്ടോ, വേണ്ട അത് നമുക്കത് ചെയ്യണ്ട, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയും കേട്ടോ എന്ന് നമ്മൾ പറയണ്ട. മൈ പാരൻസ് വിൽ സ്കോൾഡ് മീ എന്ന് നമുക്ക് പറയാം. ആ സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടായിരിക്കും മാക്സിമം നിങ്ങൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക മൈ പാരൻസ് വിൽ സ്കോൾഡ് മീ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയുന്നത് എന്താ, സ്കോൾഡ്. ഓക്കെ, ബ്ലെയിം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുകയാണ്. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക. അപ്പോൾ മൈ പാരൻസ് വിൽ സ്കോൾഡ് മീ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയും. അപ്പോൾ വില്ലിൻ്റെ യൂസ് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ചെയ്യും എന്നുള്ള കാര്യത്തിന് എപ്പോഴും നമ്മൾ വിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യം പറയാവുന്നതാണ്. മൈ പ്രിൻസിപ്പൽ വിൽ പണിഷ് മീ ആൻഡ് യു വിൽ ക്യാച്ച് ഇറ്റ്. നിനക്കത്
കിട്ടും, അല്ലെങ്കിൽ ബി കെയർഫുൾ ഓർ യു വിൽ ലോസ് ബോത്ത്, വളരെ ശ്രദ്ധിച്ച് വേണം, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതായത് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല അങ്ങനെ വരും. അല്ലെങ്കിൽ ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യും, അതൊക്കെ നമുക്ക് പറയാം. ഇറ്റ് വിൽ റെയിൻ ടുഡേ അത് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം, അത് നമുക്ക് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ പലപ്പോഴും നമ്മൾ മഴക്കാർ കാണുമ്പോൾ ഇന്ന് മഴ പെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം ഇറ്റ് വിൽ റെയിൻ ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ റെയിൻ ടുഡേ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മളത് നോക്കണം. ഇത് ഭാവിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അപ്പോൾ നമ്മൾ വിൽ യൂസ് ചെയ്താൽ മതി. അത് ഭാവിയിൽ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ വോണ്ട് യൂസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി വോണ്ടിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ വോണ്ട് കം ടുമോറോ, ഞാൻ നാളെ വരില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. നാളെ നീ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നാളെ ഞാൻ നാളെ വരില്ല എന്ന് പറയും. ഐ വോണ്ട് കം ടുമോറോ എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ ഐ വോണ്ട് കം ടുമോറോ, ഞാൻ നാളെ വരില്ല. ഐ വോണ്ട് കം ടുമോറോ, ഞാൻ നാളെ വരില്ല. ഹി വോണ്ട് ഹെൽപ്പ് യു, അയാൾ നിന്നെ സഹായിക്കുകയില്ല. ആരെങ്കിലും ഒരാൾ സഹായിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയായിരിക്കും. അപ്പോൾ വേറൊരാൾ പറയുക അയാൾ നിന്നെ സഹായിക്കത്തൊന്നുമില്ല. ഹി വോണ്ട് ഹെൽപ്പ് യു, അയാൾ നിന്നെ സഹായിക്കുകയില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വെരി സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഹി വോണ്ട് ഹെൽപ്പ് യു, അയാൾ നിന്നെ സഹായിക്കുകയില്ല. ഐ വോണ്ട് വെയിറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഐ വിൽ വെയിറ്റ് ഫോർ യു എന്ന് പറഞ്ഞാലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും. പോസിറ്റീവ് സെൻറ്റൻസ്. ഐ വോണ്ട് വെയിറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. വെരി സിമ്പിൾ. വിൽ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുമെന്നുള്ളത്, വോണ്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ ഐ വോണ്ട് വെയിറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ദ ടീച്ചർ വോണ്ട് പണിഷ് മീ, ടീച്ചർ എന്നെ ശിക്ഷിക്കുകയില്ല. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എങ്ങനെ പറയും നമ്മൾ? ദ ടീച്ചർ വിൽ പണിഷ് മീ, ടീച്ചർ എന്നെ ശിക്ഷിക്കും. ടീച്ചർ ശിക്ഷിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ദ ടീച്ചർ വോണ്ട് പണിഷ് മീ. അപ്പോൾ വില്ലിൻ്റെയും വോണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത്. ഇത് വെരി സിമ്പിളാണ്. നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് വരും, മനസ്സിൽ വരും, പക്ഷെ നിങ്ങൾ പറയാറില്ല. അപ്പോൾ അത് പറയുക കൂടെ ചെയ്യണം ഇനി തൊട്ട്. അപ്പോൾ വിൽ, വോണ്ട്, ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടിയിട്ടുണ്ട്. വിൽ പറയുമ്പോൾ നമ്മൾ ചെയ്യുമെന്നുള്ളത്, വോണ്ട് വന്നാൽ ചെയ്യത്തില്ല എന്നുള്ളത്. ഇനി നമ്മൾ ഇത് ചെയ്യുമോ എന്ന ഒരു ഇൻട്രോഗേറ്റീവ്, ചെയ്യുമോ ഇല്ലയോ, അതിന് ആൻസർ ആയിരിക്കും യെസ് ഓർ നോ. അപ്പം വില്ലിൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, വിൽ യു കം ടുമോറോ, നിങ്ങൾ നാളെ വരുമോ എന്ന് ചോദ്യം ചോദിക്കുക നമ്മൾ. വിൽ യു കം ടുമോറോ, നിങ്ങൾ നാളെ വരുമോ, അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചോദിക്കാവുന്നതാണ്. വിൽ യു കം ടുമോറോ, നിങ്ങൾ നാളെ വരുമോ എന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. വിൽ യു കം ടുമോറോ, നിങ്ങൾ നാളെ വരുമോ. വിൽ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കുമോ. വിൽ യു ഹെൽപ്പ് മീ, എത്രയോ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം നമുക്ക് ആവശ്യം വരാറുണ്ട്. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്നെ സഹായിക്കുമോ, വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം നമുക്ക്. വിൽ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കുമോ. ഇപ്പം നമ്മൾ സഹായിക്കും എന്നുള്ളതിന് ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, അഥവാ സഹായിക്കത്തില്ല എന്നുള്ളതാണെങ്കിലോ ഐ വോണ്ട് ഹെൽപ്പ് യു. ആൻസർ അങ്ങനെ വരാം. വിൽ യു ഹെൽപ്പ് മീ എന്നുള്ളതിൻ്റെ ആൻസർ എങ്ങനെ വരാം? ഇപ്പം ഞാൻ സഹായിക്കും എന്നാൽ ഞാൻ പറയാൻ പോകുന്ന യെസ് ഐ വിൽ ഹെൽപ്പ് യു. ഇപ്പം ഞാൻ സഹായിക്കത്തില്ല എന്ന് പറയുകയാണെങ്കിലോ നോ ഐ വോണ്ട് ഹെൽപ്പ് യു. വിൽ യു കോൾ അസ് സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, നിങ്ങൾ അവിടെ എത്തിയാലുടൻ വിളിക്കാമോ. നമ്മൾ പറയാറുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ തന്നെ പാരൻസിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ അമ്മയും അച്ഛനും പറയും അവിടെ എത്തിയ ഉടനെ വിളിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അത് വിൽ യു കോൾ അസ് സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ. സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. വിൽ യു കോൾ അസ് സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, അവിടെ എത്തിയാലുടനെ. സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, അവിടെ എത്തിയാലുടനെ. അപ്പോൾ വില്ലിൻ്റെ യൂസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ കൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. വിൽ യു കോൾ അസ് സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, വിൽ യു കോൾ മീ സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നീ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണേ അല്ലെങ്കിൽ വിളിക്കുമോ, അങ്ങനെ. വിൽ യു കോൾ അസ് സൂൺ ആഫ്റ്റർ റീച്ചിങ് ദെയർ. ഓക്കെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. വിൽ യു
call us soon after reaching there? നിങ്ങൾ അവിടെ എത്തിയാൽ ഉടൻ വിളിക്കുമോ? Will you do me a favor? നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? നമ്മൾ നേരത്തെ ചോദിച്ചത് എന്താണ്? Will you help me? നിങ്ങൾ എന്നെ സഹായിക്കാമോ? അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ Will you do me a favor? നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഫേവർ എന്നുള്ളത് ഉപകാരം എന്ന് പറയുന്നത്, നമ്മൾ ഹെൽപ്പ് എന്ന് പറയുന്നത് സഹായമാണ്. രണ്ടിൻ്റെയും ഒരുവിധമൊക്കെ അർത്ഥം ഒന്നാണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നത് രണ്ടായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉപകാരം ചെയ്യാമോ എനിക്ക് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉപകാരം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഫേവർ. ഓക്കെ, വിൽ യു ഡു മീ എ ഫേവർ? നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ. ഓക്കെ, വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇന്ന് മഴ പെയ്യുമോ? കുടയെടുക്കാൻ പോകുമ്പോൾ തന്നെ ചോദിക്കും, ഓ ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? അപ്പം അമ്മ പറയും, മഴ പെയ്താലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, നീ കുട എടുക്കണം, യു ഹാവ് ടു ടേക്ക് അംബ്രല്ല എന്ന് പറയും. അപ്പം നമ്മൾ വിൽ ഇറ്റ് റെയിൻ ടുഡേ എന്ന് ചോദിക്കുന്നത് ഇന്ന് മഴ പെയ്യുമോ എന്നുള്ളതിന് വിൽ ഇറ്റ് റെയിൻ ടുഡേ. ഓക്കെ, നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ഇറ്റ് വിൽ റെയിൻ ടുഡേ അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് റെയിൻ ടുഡേ, വിൽ ഇറ്റ് റെയിൻ ടുഡേ. അപ്പം ഇറ്റ് വിൽ റെയിൻ ടുഡേ, മഴ പെയ്യും. ഇറ്റ് വോണ്ട് റെയിൻ ടുഡേ, മഴ പെയ്യത്തില്ല. വിൽ ഇറ്റ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കാം. വോണ്ട് യു കം ടുമോറോ? നിങ്ങൾ നാളെ വരില്ലേ? വരില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതിനെന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നേരത്തെ വില്ലിൽ സ്റ്റാർട്ട് ചെയ്തു, ഇത് വോണ്ട് സ്റ്റാർട്ട് ചെയ്തു. വോണ്ട് യു കം ടുമോറോ? നിങ്ങൾ നാളെ വരില്ലേ? വോണ്ട് യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? നിങ്ങൾ വിൽ യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഇവിടെ എന്താ? വോണ്ട് യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? അപ്പം വോണ്ട് ചേർത്താൽ മതി. വോണ്ട് യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? ഇല്ലേ എന്നുള്ളത് വന്നിട്ടുണ്ട്, അവിടെ വോണ്ട് യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? വോണ്ട് യു ലെൻഡ് മീ യുവർ അംബ്രല്ല ഫോർ എ ഡേ? ഒരു ദിവസത്തേക്ക് താങ്കളുടെ കുട എനിക്ക് തരില്ലേ? ഒന്ന് തരില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ? വോണ്ട് യു ലെൻഡ്. ലെൻഡ് ലെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തരിക. ഓക്കെ, വോണ്ട് യു ലെൻഡ് മീ യുവർ അംബ്രല്ല ഫോർ എ ഡേ? ഒരു ദിവസത്തേക്ക് താങ്കളുടെ കുട എനിക്ക് ഒന്ന് കടമായിട്ടെന്ന്, അതായത് സ്ഥിരമായിട്ടുള്ള കടമായിട്ട് നമ്മൾ തരില്ലേ എന്ന് ചോദിക്കത്തില്ല, അതാണ്. അപ്പം ഒരു ദിവസത്തേക്ക് ഒന്ന് തരുമോ നിങ്ങളുടെ കുട എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് സാധാരണ. വോണ്ട് യു ലെൻഡ് മീ യുവർ അംബ്രല്ല ഫോർ എ ഡേ? വെൻ വിൽ യു കം? നിങ്ങൾ എപ്പോൾ വരും? ഇവിടെ WH ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചോദിക്കാറുണ്ട്. വെൻ വിൽ യു കം? നിങ്ങൾ എപ്പോൾ വരും? ഐ വിൽ കം ടുമോറോ. ഓക്കെ, അങ്ങനെ ആൻസർ വരും. വെൻ വിൽ യു കം? ഐ വിൽ കം ടുമോറോ. അപ്പം വെൻ വിൽ യു കം, നിങ്ങൾ എപ്പോൾ വരും? വേർ വിൽ യു കം? നിങ്ങൾ എവിടെ വരും? ഓക്കെ, വേർ വിൽ യു കം? വെൻ വിൽ യു കം, എപ്പോൾ വരും. വേർ വിൽ യു കം, നിങ്ങൾ എവിടെ വരും. ഹൗ വിൽ യു ഗോ ബാക്ക്? നിങ്ങൾ എങ്ങനെ പോകും? എങ്ങനെ തിരിച്ചു പോകും? ഹൗ വിൽ യു ഗോ ബാക്ക്? നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ഹൗ വിൽ യു ഗോ ബാക്ക്? നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? നാളെ നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? ഹൗ ലോങ്, എത്ര സമയം. ഓക്കെ, ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് വിൽ യൂസ് ചെയ്യുന്നത്, വോണ്ട് യൂസ് ചെയ്യുന്നത്? വിൽ യു, വോണ്ട് യു, വാട്ട് വിൽ യു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഞ്ച് രീതിയിൽ നമ്മൾ വിൽ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ആദ്യം എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസ് വരുന്നത്, പിന്നെ നെഗറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഇൻട്രോഗേറ്റീവ് എങ്ങനെയാണ് വരുന്നത്, ഇൻട്രോഗേറ്റീവ് നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് വരുന്നത് വില്ലിൻ്റെ യൂസ്. അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഈ സെഷൻ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ടൊന്ന് ലിസൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും എവിടെയോ യൂസ് ചെയ്യേണ്ടത്. അത് യൂസ് ചെയ്ത് തുടങ്ങുക. യൂസ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ സെഷൻ കണ്ടതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. യൂസ് ചെയ്യുക തന്നെ വേണം, എന്നാലേ നമുക്ക് ഇംഗ്ലീഷ്
സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Thank you for watching this session. If you like this session, please like, share and subscribe.